നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ദിവസത്തെ വാർത്തകളിൽ രണ്ടു മൂന്നെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതുന്നു. ഈ 1-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വരികയാണ്. അതിനോട് ബന്ധപ്പെട്ടായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത ചലനങ്ങൾ എന്ന് പറയാം. മറ്റ് കമ്പനികളുടെ റിസൾട്ടുകളാണ് ഒരു സ്വാധീനം ചെലുത്താനുള്ള സാധ്യത. പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ന റിലയൻസിൻ്റെ നല്ല റിസൾട്ട് റിലയൻസ് പുറത്തുവിട്ടു. അതിനോടനുബന്ധിച്ച് അതിന് ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി, അല്പം ഉയർന്നിട്ടുണ്ട്. പക്ഷേ റിലയൻസിൻ്റെ ഇപ്പോഴത്തെ നിലയിൽ അതൊരു ഉയർച്ചയാണെന്ന് പറയാവുന്ന അവസ്ഥയല്ല. എന്തുമാകട്ടെ, പുതിയ ടാക്സ് നിയമങ്ങൾ, ഇൻകം ടാക്സ് ബില്ല് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ന്യൂസുകൾ വരുന്നത്. ഈ ബഡ്ജറ്റിൽ അതിൻ്റെ ഇതെല്ലാം ഉണ്ടാകും എന്ന് പറയുന്നു. ടാക്സിന് ഇളവ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ ഒരു ചെറിയ ചലനം ഉണ്ടാകും. ഇൻകം ടാക്സ് ഇളവ് കൊടുത്താൽ കൺസ്യൂമേഴ്സിൻ്റെ ഉപഭോഗത്തിന് കൂടുതൽ കാശ് അവരുടെ കൈകളിൽ എത്തുന്നു. അങ്ങനെ ഉപഭോഗം കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ ഇങ്ങനെ കമ്പനികളും അനലിസ്റ്റുകളും ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ട്. മറ്റൊരു വാർത്ത വന്നത് IMF ഈ വർഷത്തെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റും 6.5% നിലനിർത്തുന്നു എന്നുള്ളതാണ്. അവർ പറയുന്നത് ഇന്ത്യൻ ഗ്രോത്ത് റേറ്റ് ഫിനാൻഷ്യൽ ഇയർ 25 6.5% തന്നെ ആയിരിക്കുമെന്നും 25-26 ഫിനാൻഷ്യൽ ഇയറിൽ അത് 6.7% ആയിരിക്കുമെന്നുമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായി വളരുന്ന സാമ്പത്തിക രംഗം ഇന്ത്യയുടെ തന്നെ ആയിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ RBI പുറത്തുവിട്ടിട്ടുള്ള എക്കണോമി സ്റ്റാറ്റസ് റിപ്പോർട്ട് അനുസരിച്ച് ഈ രണ്ടാം പാദത്തിൽ, അതായത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ പകുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള പാദത്തിലും കൂടെ കൂടിയിട്ട് ശക്തമായ നിലയിൽ കൺസംഷൻ നടക്കുമെന്നും കൂടുതൽ സാധന വിൽപ്പനയിലൂടെ കമ്പനികൾക്ക് പ്രോഫിറ്റ് കൂടുമെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതിന് മറ്റൊരു ഇതും കൂടെ പറയുന്നത് ഈ പാദത്തിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരിക എന്ന് പറയുന്നു. ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് നോക്കിയിരിക്കുന്നു ആളുകൾ. ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ കാശ് ചെല്ലുന്നുണ്ട്. ഇൻഫ്ലേഷൻ ഒരു ലെവലിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിൽ അതിൽ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത 3 മാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഇത് മാർക്കറ്റിങ്ങിലും മാർക്കറ്റിലും ഉപഭോഗത്തിലേക്കും വരുമെന്നും ഇൻഫ്ലേഷൻ അത്ര പ്രാധാന്യമില്ലാതെയാകുമെന്നും ഒക്കെയാണ് റിസർവ് ബാങ്കിൻ്റെ ഒരു സ്റ്റാറ്റസ് ഓഫ് എക്കണോമിക്സ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള നല്ല കാലമാണ് ഇനി അടുത്ത പാദമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഉപഭോഗത്തിനും കൂടുതൽ ക്യാഷ് അവരുടെ കയ്യിലുണ്ടാകും. റൂറലിലുള്ള പ്രൊഡക്ഷൻ എല്ലാം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള പണം കൂടുതൽ മാർക്കറ്റിലേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതും മാർക്കറ്റിന് പോസിറ്റീവായ ചില വാർത്തകളാണ്. മറ്റൊരു വാർത്ത കണ്ടത് ചൈന അവിടെ നിന്ന് മാനുഫാക്ചറിങ് കമ്പനികളുടെ മൂവ്മെൻറ്റ് ചൈനയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസിയെ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ട്രംപ് വരുമ്പോൾ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തി ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ അതിന് ചിലവ് കുറയും. അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് കൂടുതൽ പേർക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് അവിടെ കൂടിയ വില വരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള ഇറക്കുമതി അല്ലെങ്കിൽ അത് ചൈനയിൽ നിന്ന് ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്നത് ലാഭകരമല്ലാതെയാവും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കമ്പനികൾ പലതും ചൈന വിട്ടു പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ചൈനയിൽ തന്നെ അവരെ പിടിച്ചു നിർത്താനുള്ള നടപടികളുമായിട്ട് ചൈന ഗവൺമെൻറ് മുന്നോട്ട് വരികയാണ്. ആപ്പിളിനെയും ഫാക്സ്കോണിനെയൊക്കെ അവിടെ തന്നെ നിർത്തുക എന്നുള്ളത് അവരുടെ അത്യാവശ്യമാണ്, അവരുടെ ആവശ്യമാണ്. അവർ ഇറങ്ങി പുറപ്പെടുന്നതിൽ അതിശയമൊന്നുമില്ല.
പക്ഷേ കമ്പനികൾ പലതും അവിടെ നിന്ന് അവരുടെ ഉൽപ്പാദന രംഗം മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ്. അതിപ്പോഴല്ല, ഇതിനു മുമ്പും തുടങ്ങിയതാണ്. 2-3 വർഷം മുമ്പ് തന്നെ പല കമ്പനികളും കുറച്ച് അവരുടെ ഉൽപ്പാദന മേഖല ഈ ചൈനയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം പലതാണ്. ഒന്ന്, അമേരിക്കയുമായിട്ടുള്ള ഈ വാർഫെയർ, ഇതിൻ്റെ ട്രേഡ് വാർ ഉണ്ടാകുന്നതിൻ്റെ കാരണം കൊണ്ടാണ്. മറ്റൊന്ന്, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിൽ താഴ്ന്ന വിലയിൽ മറ്റു സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം മറ്റു രാഷ്ട്രങ്ങൾ നൽകുന്നു. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ചൈനയിൽ നിന്ന് ഉൽപ്പാദനം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് അതിൽ ഏറ്റവും നല്ലൊരു ഭാഗം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലഭിക്കുമെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ചൈന അത്തരം മാനുഫാക്ചറിങ് കമ്പനികളെ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ ബഡ്ജറ്റിനോടനുബന്ധിച്ചുള്ള പല ആവശ്യങ്ങൾ പല ആളുകൾ ഉന്നയിക്കുന്നതാണ്. അതായത് ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും ഈ സ്റ്റാർട്ടപ്പിന് പണം നൽകുന്നവരും ഒക്കെ അവർക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടണമെന്നും പറഞ്ഞ് നിവേദനമൊക്കെ കൊടുക്കുന്നു നിർമ്മല സീതാരാമന്. അപ്പോൾ അതെല്ലാം നടക്കുമോ എന്നൊന്നുമല്ല, അങ്ങനെ എല്ലാവർക്കും ടാക്സ് ബെനിഫിറ്റ് കൊടുക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. പക്ഷേ അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ബഡ്ജറ്റാണ് ഇനിയുള്ള ഒരു ശ്രദ്ധാകേന്ദ്രം. ആ ശ്രദ്ധാകേന്ദ്രത്തിൻ്റെ ഏപ്രിൽ 1 കഴിഞ്ഞു കഴിഞ്ഞാലേ ഇതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് അവസാനം ഉണ്ടാവുകയുള്ളൂ. അതുവരെ ഇങ്ങനെ വാർത്തകൾ പലതും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. മാർക്കറ്റ് വെള്ളിയാഴ്ച ഒരല്പം താണാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,203 എത്തി നിൽക്കുകയാണ് മാർക്കറ്റ്. 23,500-നും 23,000-നും ഇടയിൽ 23,200, 250 ഒക്കെയാണ് റെസിസ്റ്റൻസ് പറയുന്നത്. അവിടെ വരെ ആ സപ്പോർട്ട് വരെ കമ്പനി മാർക്കറ്റ് ഇങ്ങനെ പൊങ്ങിയും താണും കളിക്കുകയാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ്, അതായത് ഈ ഇടിഞ്ഞിൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് മാർക്കറ്റ് ആ രീതിയിൽ തന്നെ ശരിക്കും യഥാർത്ഥത്തിലുള്ള മാർക്കറ്റിൻ്റെ രൂപത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് താഴേക്ക് പോകാൻ അത് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. ആളുകൾ ബൈയിങ് വരുന്നുണ്ട്. ഈ 23,300 താഴോട്ട് വരുമ്പോൾ ബൈ വരുന്നുണ്ട്. അല്ലെങ്കിൽ 23,100 താഴേക്ക് അതിന് പോകാൻ ശക്തി കിട്ടുന്നില്ല. അപ്പോൾ ആ രീതിയിൽ സെല്ലിങ്ങിന് ഒരു ലിമിറ്റ് വരുന്നു, അല്ലെങ്കിൽ ആളുകളുടെ താല്പര്യം അല്ലെങ്കിൽ ബയേഴ്സ് ആ ലെവലിൽ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ മാർക്കറ്റ് കയറിപ്പോകുക എന്ന് പറഞ്ഞാൽ ഉന്നതിയിലേക്ക് എത്താൻ വേണ്ട കയറ്റത്തിനുള്ള ശക്തി ഇപ്പോൾ മാർക്കറ്റിനില്ല. മാർക്കറ്റ് അങ്ങനെ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അതേ പ്രവണതയിൽ തന്നെ കയറിപ്പോകും എന്ന് ഒരിക്കലും പറയാവുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. ബഡ്ജറ്റ് വരുമ്പോൾ അതിന് നൽകുന്ന പ്രാധാന്യം എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ അതിലുണ്ടായാൽ മാത്രമേ മാർക്കറ്റിനൊരു ശക്തമായ മുന്നോട്ട് കുതിപ്പ് സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ റേഞ്ചിലൊക്കെ തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാർക്കറ്റ് ഇങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ പീക്കിലേക്കുള്ള ബുൾ മാർക്കറ്റിൻ്റെ ആ അന്ത്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന രീതി ഇത് തന്നെയാണ്. ഈ ലെവലിൽ തന്നെ എത്രയോ ദിവസങ്ങളും മാസങ്ങളും ട്രേഡ് ചെയ്തു എന്നിരിക്കും. ഒരു 23,000-നും 23,800 ലെവലിൽ മാർക്കറ്റിൽ നിൽക്കുന്നത് എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനാവില്ല. അതുപോലെ ബഡ്ജറ്റിൽ ചില നല്ല നിർദ്ദേശങ്ങൾ, അതായത് ടാക്സിൻ്റെ ഇളവുകൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ, അങ്ങനെയുള്ളതിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അതിശക്തമായ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ 24,000-ലേക്കോ 24,500-ലേക്കോ എത്താനിടയുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് കിടക്കുന്നത്. ഓക്കെ, അത് കിട്ടി. നമുക്കിവിടെ 2-3 ഷെയറുകൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധ നേടിയത് ഇൻഷുറൻസ് മേഖലയാണ്. ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ വളരെ ശ്രദ്ധയിലേക്ക് വന്നു. റിപ്പോർട്ടുകൾ പലരും ബൈ ചെയ്യാനുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അനലിസ്റ്റുകളും ഒക്കെ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച HDFC ലൈഫ്, ICICI പ്രൂഡൻഷ്യൽ ലൈഫ്, ICICI ലംബാർഡ്,
SBI ലൈഫ്, ഇത്തരം കമ്പനികളൊക്കെ SBI ലൈഫ് നല്ല റിസൾട്ട് പുറത്തുവിട്ടതിൻ്റെ ബലത്തിലാണ് അതിന് ബൈയിങ് വന്നത്. HDFC ലൈഫിന് നല്ല ബൈയിങ് വന്നു. അതിനെല്ലാവർക്കും വളരെ നല്ല റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടത്. LIC അതേസമയം പുറകോട്ട് പോയി. അതുകൊണ്ട് അതിൻ്റെ ഷെയറിനും അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. LIC ഇൻഷുറൻസ് മേഖലയിലെ വമ്പൻ കമ്പനിയായ LICക്ക് മുന്നോട്ട് നീങ്ങാനാകുന്നില്ല. HDFC ലൈഫും SBI ലൈഫും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് റിസർച്ച് സ്ഥാപനങ്ങളും അനലിസ്റ്റുകളും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കും വയ്ക്കാവുന്ന 2 ഷെയറുകളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷുറൻസ് മേഖലയ്ക്ക് ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് എല്ലാവരും കരുതുന്നുണ്ട്. GST കുറയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതും കൂടി ഈ റിസൾട്ടിൻ്റെ കൂടെ ഭാഗമാകുമ്പോഴാണ് മാർക്കറ്റിൽ അതിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇൻഷുറൻസ് ഷെയറുകളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം TCS ഒക്കെ താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. TCSന് ഈ ആഴ്ച മോശം ആഴ്ച തന്നെയായിരുന്നു. TCS ഉയർന്നു പോയില്ല. അതിൻ്റെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം അതിന് വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടില്ല. താഴോട്ട് തന്നെ നിൽക്കുകയാണ്. 4100 ലെവലിലൊക്കെ അങ്ങനെ കിടക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് IT ഷെയറുകളുടെ ഇൻഫോസിസ് നല്ല റിസൾട്ട് പുറത്ത് വിട്ടെങ്കിൽ തന്നെ അതിന് മുന്നോട്ട് നീങ്ങാനായില്ല. അത് താഴോട്ട് പോയി 5% താഴെയാണ് അതിൻ്റെ ക്ലോസിംഗ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്ന് കരുതി ഇത്തരം ഇൻഷുറൻസ് IT മേഖലയിലുള്ള കമ്പനികളെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വാർട്ടറിലെ എല്ലാ കമ്പനികളും തന്നെ കൂടുതൽ എംപ്ലോയീസിനെ ആഡ് ചെയ്തിരിക്കുന്നു. അവർക്ക് കൂടുതൽ സർവീസ് നൽകേണ്ട മേഖലയിലേക്ക് ആളുകളെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നു. അത് കാണിക്കുന്നത് അതിന് അടുത്ത ക്വാർട്ടറുകളിൽ അതിന് മികച്ച പ്രകടനം വരുമെന്ന് തന്നെയാണ്. അമേരിക്കയിൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ IT മേഖലയ്ക്ക് പ്രാധാന്യം കിട്ടുമെന്നും നമ്മളുടെ IT മേഖലയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ അവിടെ സ്വീകരിക്കപ്പെടും, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആവശ്യമുണ്ടാകുമെന്നൊക്കെ തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് IT മേഖലയെ ഒഴിവാക്കാതെ പിന്തുടരുന്നത് തന്നെയാണ് നല്ലത്. ഈ ലൈഫ് ഇൻഷുറൻസ് മേഖലയിലെ കമ്പനികളുടെ ഷെയറുകൾ കുറേ കാലമായി അങ്ങനെ കിടക്കുന്നതാണ്. പ്രവർത്തനങ്ങൾ എത്ര മുന്നോട്ട് നീങ്ങിയിട്ടും ഷെയറിൻ്റെ വിലയിൽ അതൊന്നും പ്രതിഫലിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും HDFC ലൈഫിനായാലും SBI ലൈഫിനായാലും സാധ്യതകളുണ്ട്. HDFC ലൈഫിനെയാണ് കഴിഞ്ഞ ദിവസം 4 ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ബൈ പറഞ്ഞിരിക്കുന്നത്. 750 വരെ അതിന് ഇപ്പോൾ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു പലരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. കൂടുതൽ നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീണ്ടും കാണാം.